എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രധാനമായിട്ട് നോക്കുവാൻ പോകുന്നത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടിഗോ ചെയിംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിലും പ്രസിദ്ധമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതിന് ഇന്ത്യയിൽ ഒരു ഉത്തരവാദിത്ത ഗവൺമെൻറ് അഥവാ റെസ്പോൺസിബിൾ ഗവൺമെൻറ് സ്ഥാപിക്കുക എന്നതായിരുന്നു. അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നും വ്യതിചലിച്ച് ക്രമേണ ഒരു ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുക എന്നതാണ് ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ലക്ഷ്യം വെച്ചത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടിഗോ ചെയിംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിലും പ്രസിദ്ധമാണ്. അപ്പോൾ ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുന്നോടിയായിട്ട് 1917 അതായത് 1917 ആഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു ഉത്തരവാദിത്വ ഗവൺമെൻറ് രൂപീകരിക്കണം എന്ന ഒരു ആശയത്തിന് അടിത്തറയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ഈ ആക്ടിന് നിരവധിയായ ഫീച്ചേഴ്സ് ഉണ്ട്. അവ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പ്രൊവിൻസിൻ്റെ കാര്യത്തിൽ സ്വന്തമായിട്ട് ഭരിക്കാം എന്നൊരു സ്ഥിതി വന്നു എന്നുള്ളതാണ്. അതായത് അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രത്തിൻ്റെ ഇടപെടലിൽ അയവ് വന്നു എന്നുള്ളതാണ്. നമ്മുടെ മിൻറ്റോ മോർലി റിഫോംസിൽ കണ്ടതാണ്. ഭരണ മണ്ഡലങ്ങളുടെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ, പ്രൊവിൻഷ്യൽ തുടങ്ങിയതായിട്ട് വർഗീകരിക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ പ്രൊവിൻസിൻ്റെ കാര്യത്തിൽ സ്വന്തമായിട്ട് ഭരിക്കാം എന്നൊരു സ്ഥിതി വരികയും കേന്ദ്രത്തിൻ്റെ ഇടപെടൽ അതിൽ നിന്നും അയവ് വരികയും ചെയ്തു. മാത്രവുമല്ല ഭരണ വിഷയങ്ങളെ കേന്ദ്ര വിഷയങ്ങൾ അഥവാ സെൻട്രൽ സബ്ജക്റ്റ് എന്നും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് എന്നും രണ്ടായിട്ട് തരംതിരിക്കപ്പെടുകയുണ്ടായി ഈ 1919 ഗവൺമെൻറ് ഓഫ് ആക്ട് പ്രകാരം. കൂടാതെ ഈ ആക്ട് പ്രകാരം കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ നിയമനിർമ്മാണ സഭയ്ക്കും അവർക്ക് നൽകിയിട്ടുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരം ലഭിക്കുകയുണ്ടായി. ഓക്കെ, കൂടാതെ ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തുടക്കം കുറിക്കുകയുണ്ടായി. ഈ ഗവൺമെൻറ് ഓഫ് ആക്ട് പ്രകാരം നമ്മൾ നേരത്തെ കണ്ടു കേന്ദ്ര നിയമങ്ങളെന്നും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ നിയമങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കുകയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് ഭരണ വിഷയങ്ങളെ കേന്ദ്ര വിഷയങ്ങളെന്നും പ്രൊവിൻഷ്യൽ വിഷയങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കുകയുണ്ടായി. അപ്പോൾ ഈ പ്രൊവിൻഷ്യൽ വിഷയങ്ങളെ രണ്ടായിട്ട് വീണ്ടും തരംതിരിച്ചു. അതായത് പ്രൊവിൻഷ്യൽ വിഷയങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുകയുണ്ടായി. അതായത് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്നും കൂടാണ്ട് മറ്റൊന്ന് അറിയപ്പെടുന്നത് റിസർവ്ഡ് സബ്ജക്റ്റും എന്നുമാണ്. ഓക്കെ, ഈ പ്രൊവിൻഷ്യൽ വിഷയങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചു. അതിലൊന്ന് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്നും രണ്ടാമത്തേത് റിസർവ്ഡ് സബ്ജക്റ്റ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിനോട് ഉത്തരവാദിത്വമുള്ള മന്ത്രിമാരുടെ സഹായത്തോടെ ഗവർണറായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഭരണവിഷയങ്ങളിൽ അതായത് റിസർവ്ഡ് വിഷയങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് ഗവർണറും കൂടാതെ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവുമായിരുന്നു. ഓക്കെ, എന്താണ് റിസർവ്ഡ് സബ്ജക്റ്റിൽ ഭരണം നടത്തിയിരുന്നത് ഗവർണറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവുമായിരുന്നു. അപ്പോൾ പക്ഷേ ഇവർക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിനോട് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരുന്നില്ല. ഓക്കെ, മാത്രമല്ല ഇതിൽ പ്രകാരം ദ്വിമണ്ഡല സമ്പ്രദായവും അതുപോലെ തന്നെ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ആവിഷ്കരിക്കുകയുണ്ടായി. കൂടാതെ ഈ ആക്ട് പ്രകാരം വൈസ്രോയിലൂടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം നൽകപ്പെടുകയുണ്ടായി. മാത്രവുമല്ല വർഗീയ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് പ്രാതിനിധ്യം നൽകി. അതായത് സിഖുകാർ, ഇന്ത്യക്കാർ, ക്രിസ്ത്യൻസ്, യൂറോപ്യൻസ് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസ് തുടങ്ങിയ വർഗീയ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം നൽകപ്പെട്ടു. കൂടാതെ മാത്രമല്ല ഇതിൽ പ്രകാരം ആളുകളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ സ്വത്തിൻ്റെയും അതുപോലെ തന്നെ അവർ നികുതി നൽകുന്നതിൻ്റെയും പേരിൽ അവർക്ക് വോട്ടവകാശം നൽകപ്പെടുകയുണ്ടായി. ഓക്കെ, 1919 ഈ ഗവൺമെൻറ് ഓഫ് ആക്ടിലൂടെ പുതിയ ഓഫീസുകളായ ഹൈ കമ്മീഷണർ ഓഫീസ് അതുപോലെ തന്നെ PSC അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓഫീസ് തുടങ്ങിയെല്ലാം തന്നെ ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. മാത്രവുമല്ല
കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ ബഡ്ജറ്റിനെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതും ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു ഫീച്ചറാണ്. അടുത്തത് ബഡ്ജറ്റിനെ കുറിച്ചിട്ട് അന്വേഷണം നടത്തുന്നതിനും അതുപോലെ റിപ്പോർട്ട് നൽകുന്നതിനും വേണ്ടി ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിച്ചു എന്നുള്ളതും ഈ മൊണ്ടിഗോ ചേഞ്ച് ഫോർ റിഫോംസ് അഥവാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പ്രൊവിൻസിൻ്റെ കാര്യത്തിൽ സ്വന്തമായിട്ട് ഭരിക്കാമെന്ന സ്ഥിതി വന്നു, അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടലിൽ അയവ് വന്നു, കൂടാതെ ഭരണ വിഷയങ്ങളെ കേന്ദ്ര വിഷയങ്ങളെന്നും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ വിഷയങ്ങളെന്നും രണ്ടായി തരംതിരിച്ചു. കൂടാതെ ഈ കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ നിയമനിർമ്മാണ സഭയ്ക്കും അവരവരുടേതായ അവർക്ക് നൽകപ്പെട്ട നിയമങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റുകളെ രണ്ടായി തരംതിരിച്ചു, അതായത് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്നും അതുപോലെ തന്നെ റിസർവ്ഡ് സബ്ജക്റ്റ് എന്നും. കൂടാതെ ഇത് കൈകാര്യം ചെയ്തിരുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിനോട് ഉത്തരവാദിത്വമുള്ള മന്ത്രിസഭയുടെ അതായത് മന്ത്രിമാരുടെ സഹായത്തോടു കൂടി ഗവർണറായിരുന്നു. കൂടാതെ റിസർവ്ഡ് വിഷയങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് ഗവർണറും അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവുമായിരുന്നു. എന്നാൽ നേരെ മറിച്ചിട്ട് ഇവർക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിനോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദ്വിമണ്ഡല സമ്പ്രദായവും നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇതിൽ പ്രകാരം ആവിഷ്കരിക്കപ്പെടുകയുണ്ടായി. കൂടാതെ വൈസ്രോയിലൂടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം ലഭിക്കുകയും കൂടാതെ വർഗീയ അടിസ്ഥാനത്തിൽ ഇവർക്ക് പ്രാതിനിധ്യം നൽകപ്പെടുകയുണ്ടായി. കൂടാതെ വിദ്യാഭ്യാസത്തിൻ്റെയും സ്വത്തിൻ്റെയും നികുതി നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നൽകി. കൂടാതെ പുതിയ ഓഫീസുകളായ ഹൈ കമ്മീഷണർ ഓഫീസ് അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസ് തുടങ്ങിയ സ്ഥാപിക്കപ്പെട്ടു. കൂടാതെ കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ ബഡ്ജറ്റിനെ വേർതിരിക്കുകയും ബഡ്ജറ്റിനെ കുറിച്ചൊരു അന്വേഷണം നടത്തുന്നതിനും അതുപോലെ തന്നെ റിപ്പോർട്ട് നൽകുന്നതിനും വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിക്കുകയും ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചറുകളാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മൊണ്ടിഗോ ചേഞ്ച് ഫോർ റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്.